പ്രതിഷേധങ്ങളൊക്കെ ഇതിനകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഇനി രാത്രിയോട് കൂടി തന്നെ കൂടുതൽ പോസ്റ്റർ ഉയരുക അല്ലേ? തീർച്ചയായിട്ടും രാത്രി തന്നെ ഈ ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തകർ ബാനറുകള്, പോസ്റ്ററുകള്, ബോർഡുകൾ ഉൾപ്പെടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം 3 ബാനറുകളെ ഭയപ്പെട്ട അദ്ദേഹത്തിന്റെ മുൻപിലേക്ക്, ചാൻസലറുടെ മുൻപിലേക്ക് നൂറുകണക്കിന് ബാനറുകളും പോസ്റ്ററുകളും പ്ലക്കാർഡുകളും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, ജനാധിപത്യ സമൂഹത്തിന്റെ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും. ഹാഷിമി PM ആർഷോയാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇന്ന് രാത്രി തന്നെ നൂറുകണക്കിന് പോസ്റ്ററുകൾ ഉയരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. രംഗത്ത് പലയിടങ്ങളിലായി SFI പ്രവർത്തകർ പോസ്റ്ററുകളും ബാനറുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ചിലയിടങ്ങളിൽ പോസ്റ്ററുകൾ ബാനറുകളും സ്ഥാപിച്ചു. അവിടെ എഴുതുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് എന്നാണ് ഇതുവരെ എഴുതി ആയിരിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻപരാഗി എന്നാണെന്ന് തോന്നുന്നു ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ആർഷയുടെ സംസാരത്തിലൊക്കെ തന്നെ ഇത്തരം ഒരു പദപ്രയോഗം നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി എന്ന് പറഞ്ഞാൽ അല്ല, സമീർ ആർഷോട് ചോദിക്കൂ, ബാക്കി ഉയർത്തിയ ബാനറുകളിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്, ഒരു തർക്കവുമില്ല. SFI എന്നുള്ള ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്കും ഉയർത്താൻ അവകാശമുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. കേരളത്തിന്റെ തെരുവുകളിലുടനീളം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഈ സർക്കാരിനെതിരെയും ഒക്കെ കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ സമാനമായ മുദ്രാവാക്യങ്ങളും ബാനറുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ റോഡിലെഴുതുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യമാണോ എന്നൊന്ന് ചോദിക്കൂ ആർഷോയോട്, സമീർ അടുത്തുണ്ടെങ്കിൽ. തീർച്ചയായും ഹാഷ്മി, നമുക്ക് അത്തരം ഒരു പദ്ധതികളിലേക്ക് കടക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ SFI പ്രവർത്തകർ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അതായത് നിലവിൽ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിനകത്ത് പോലീസ് റെയ്ഡ് നടത്തിയാൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനെ സംബന്ധിച്ച് ക്യാമ്പസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ലഹരി വിമുക്ത കലാലയാണ്. ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ എല്ലാ തലത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെയും ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെതിരെ നിരന്തര ബോധവൽക്കരണ പ്രക്രിയയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായും മറ്റു പ്രതിരോധങ്ങളുടെ പ്രതിഷേധങ്ങളോടൊപ്പം തന്നെ മറ്റു മുദ്രാവാക്യങ്ങളോടൊപ്പം തന്നെ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് മനസ്സിലാക്കേണ്ടുന്ന ആളുകൾക്ക് മനസ്സിലാവും.